അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിന്റെ സ്ഥാപകനായ മാർ ഗ്രിഗോറിയോസിന്റെ 18ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം ചേർന്നു. സെന്റ് ജോൺസ് കോളേജിൽ നടന്ന സമ്മേളനം മാവേലിക്കര മലങ്കര കത്തോലിക്ക ബിഷപ്പ് റവറന്റ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ കുറെ നാളത്തേക്ക് പഠനം നിർത്തിവെച്ചിട്ട് നാട്ടിൽ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നീട് വരാം. എന്നാൽ ആളുകളോടുള്ള പ്രതിബദ്ധത മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയേറെ ആളുകൾ പട്ടിണിയിൽ കഴിയുമ്പോൾ ഞങ്ങൾക്ക് മാത്രം സുഭിക്ഷമായ ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. ആ ഒരു മനോഭാവത്തിൽ ആളുകളുടെ വേദനകളും യാതനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും സ്വന്തം അനുഭവമാക്കി മാറ്റിക്കൊണ്ട് പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം 1944 ഒക്ടോബർ മാസം കാൻഡിയുടെ മെത്രാനായിരുന്ന റേഞ്ഞോ പിതാവിൽ നിന്നും മലങ്കര കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പൗരോഹിത്യം സ്വീകരിച്ചു. പൗരോഹിത്യം സ്വീകരിച്ച് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ, അന്നത്തെ ഫാദർ ബെനഡിക്റ്റിനെ, അനുഗ്രഹീതൻ എന്ന നാമമാണ് ബെനഡിക്റ്റിൻ്റെ അർത്ഥം. അദ്ദേഹം കുഞ്ഞുകുട്ടി സ്കൂളിൽ പഠിച്ചപ്പോൾ വർഗീസായി. ഈ വർഗീസ് സഹോദരയുടെ ധീരതയും പ്രവർത്തന ശൈലിയും വിശ്വാസവും ഒക്കെ ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബദനി ആശ്രമത്തിൽ വന്നപ്പോൾ അനുഗ്രഹീതൻ എന്നുള്ള നാമധേയം സ്വീകരിച്ചു. ജീവിതത്തിൽ ഉടനീളം അനുഗ്രഹമേകുവാനുള്ള പരിശ്രമം നടത്തിയ അദ്ദേഹം ഭാവിയുടെ വാഗ്ദാനങ്ങളായ വൈദികരെ പരിശീലിപ്പിക്കുന്ന പട്ടം സെന്റ് അലോഷ്യസ് സെമിനറിയിൽ വൈദിക വിദ്യാർത്ഥിയായി കടന്നുവരുന്ന വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഒരു അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. നെഹ്റു മുതൽ രാജീവ് ഗാന്ധി വരെയുള്ള പ്രധാനമന്ത്രിമാരുടെയും കേരളപ്പിറവിക്ക് ശേഷമുള്ള മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും ഒപ്പം നിന്ന് ആരാണ് നേതാവെന്ന് കാട്ടിക്കൊടുത്ത മഹാനാണ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെന്ന് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് സൂചിപ്പിച്ചു. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ KV തോമസ് കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡോക്ടർ ഇബ്രഹാം മാത്യു, കോർ എപ്പിസ്കോപ്പ തോമസ് കുമ്പക്കാട്ടിൽ, മാത്ര രവി, പ്രൊഫസർ മാത്യു സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.